യെല്ലോ ബനാന ലിമിറ്റഡ് ഒരു അൺലിസ്റ്റഡ് കമ്പനിയാണ്. ഫേർണിഷേഴ്സ് ഫോളോയിങ് ഡീറ്റെയിൽസ്. പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്താ സംഭവം എന്താ? ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് എ ഗവൺമെൻറ് കമ്പനിയുടെ അപ്പോയിൻമെൻറ്റ്. അത് ഓക്കെ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വെദർ ദ പ്രൊവിഷൻസ് ഓഫ് കമ്പനീസ് റിക്വയർഡ് അപ്പോയിന്റ് ഇന്റേണൽ ഓഡിറ്റർ. ഇന്റേണൽ ഓഡിറ്റർ സെക്ഷൻ 138 മറ്റേ ഫസ്റ്റ് ഓഡിറ്റർ 139. അപ്പോൾ ഇന്റേണൽ ഓഡിറ്റിൻ്റെ ആപ്ലിക്കബിലിറ്റി, ഇന്റേണൽ ഓഡിറ്റർ ആർക്കൊക്കെ ആപ്ലിക്കബിൾ ആവും? ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാ ലിസ്റ്റഡ് കമ്പനീസിനും ആപ്ലിക്കബിൾ ആവും. പിന്നെ പറയാണ്, നിങ്ങൾ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി ആണെങ്കിൽ നിങ്ങളെ ഡെപ്പോസിറ്റ്സ് 25 CR ഓർ അബവ്, നിങ്ങളെ ഷെയർ ക്യാപിറ്റൽ 50 CR ഓർ അബവ്, ബോറോവിങ്സ് മോർ ദാൻ 100 CR കേട്ടോ, ടേൺ ഓവർ 200 CR ഓർ അബവ്. ഇതെല്ലാം ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ചെയ്യുന്നു. ഡെപ്പോസിറ്റ്സ്, ഷെയർ ക്യാപിറ്റൽ, ടേൺ ഓവർ 25 CR, 50 CR, 200 CR ഓർ അബവ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ബോറോയിങ്ങിൻ്റെ അവിടെ കേസിൽ മാത്രം മോർ ദാൻ 100 CR. അതും ഈ ബോറോയിങ് നമ്മളെ ബാലൻസ് ഷീറ്റിൽ 31 മാർച്ചിലെ ഡാറ്റ അല്ല നോക്കേണ്ടത്, അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ പ്രിസൈഡിങ് ഫിനാൻഷ്യൽ. കഴിഞ്ഞ വർഷം എപ്പോഴെങ്കിലും നിങ്ങൾ ബോറോയിങ് 100 CR മേലെ പോയിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ ഓഡിറ്റ് അപ്പോയിന്റ് ചെയ്യണം. ഇത് അൺലിസ്റ്റഡ് കമ്പനീൻ്റെ കേസിൽ. ഇനി പ്രൈവറ്റ് കമ്പനീൻ്റെ കേസിൽ ഈ ലാസ്റ്റത്തെ 2 പോയിന്റ്സ് മാത്രം നോക്കുക. പബ്ലിക് കമ്പനിക്ക് 4 ക്രൈറ്റീരിയ, പ്രൈവറ്റിന് 2 മാത്രം. ഞാനിവിടെ ഈ ഓർഡറിലാണ് കൊടുത്തിട്ടുള്ളത്, കാരണം ഇതൊക്കെ ഡബിൾ ആണ്. 25, 50, 100, 200. നമ്മളെ മെറ്റീരിയലൊക്കെ വേറെ ഒരു ഷഫിൾ ചെയ്ത ഓർഡറിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ. അപ്പോൾ ഇവരുടെ കേസിൽ ക്യാപിറ്റൽ 45 CR ആണ്. ക്യാപിറ്റൽ എത്ര വരെ പോവുക? 50 വരെ പോവുക. അപ്പോൾ ഇത് കുഴപ്പമില്ല. ടേൺ ഓവർ 175 CR ആണ്. ടേൺ ഓവർ 200 വരെ പോവുക. ഇതും കുഴപ്പമില്ല. ഔട്ട്സ്റ്റാൻഡിങ് ലോൺ ഫ്രം ബാങ്ക് ആസ് ഓൺ 3rd March 2025 105. ഇത് തേർഡ് മാർച്ച് തന്നെയാണോ? ഓക്കെ, 3rd മാർച്ച്. ഓക്കെ. ഇവിടെ 31 മാർച്ചിന് 90 CR, 3rd മാർച്ചിന് 105. അപ്പോൾ ഇയർ എൻഡിൽ 90 CR ഉള്ളൂ. നമുക്ക് ബോറോയിങ് 100 വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ 90 അല്ലേ ഉള്ളൂ. പ്രശ്നമില്ലല്ലോ. പ്രശ്നമാണ്. അറ്റ് എനി ടൈം ഡ്യൂറിങ് ദ പ്രിസൈഡിങ് ഫിനാൻഷ്യൽ ഇയർ എന്നാണ് പറഞ്ഞത്. അപ്പോൾ 3rd മാർച്ചിൽ 105 ആയില്ലേ. 110 ബാങ്കിൽ നിന്ന് കിട്ടിയിരുന്നു. ഔട്ട്സ്റ്റാൻഡിങ് ബാലൻസ് 90 CR ആഫ്റ്റർ റീപേയ്മെന്റ്. കുറച്ച് പൈസ നമ്മൾ തിരിച്ചും കൊടുത്ത് ഇപ്പോൾ 90 CR ഉള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ക്ലോസ് ചെയ്തു. ഇന്റേണൽ ഓഡിറ്റർ ആപ്ലിക്കബിൾ ആണ്. ഫസ്റ്റ് ഓഡിറ്ററിൻ്റെ അപ്പോയിൻമെന്റ് ഗവൺമെന്റ് കമ്പനി 139. ഗവൺമെന്റ് കമ്പനി ഫസ്റ്റ് ഓഡിറ്റർ ആരെ അപ്പോയിന്റ് ചെയ്യുക? CAG അപ്പോയിന്റ് ചെയ്യും. കമ്പനി ഇൻകോപ്പറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ കമ്പനി രജിസ്റ്റർ ചെയ്ത് 60 ഡേയ്സിനുള്ളിൽ. ഫെയിലിംഗ് വിച്ച് ബോർഡ് അപ്പോയിന്റ് ചെയ്യും വിതിൻ 30 days. ഫെയിലിംഗ് വിച്ച് ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിന്റ് ചെയ്യും വിതിൻ 60 days. ഇവിടെ ബോർഡ് നെക്സ്റ്റ് 30 ഡേയ്സിനുള്ളിൽ. ഓക്കെ. അപ്പോൾ അൺലിസ്റ്റഡ് പബ്ലിക് കമ്പനി, ഷെയർ ക്യാപിറ്റൽ 50, ടേൺ ഓവർ 200, ലോൺ ബോറോയിങ് ഒക്കെ 100, ഡെപ്പോസിറ്റ്സ് 25. ഈ സാധനമാണ് ഞാൻ ഫസ്റ്റ് ഡെപ്പോസിറ്റ് എഴുതി 25, പിന്നെ 50, പിന്നെ ടേൺ ഓവർ എഴുതി 100 ബോറോയിങ്, പിന്നെ 200 ടേൺ. അങ്ങനെ ഡെപ്പോസിറ്റ്, ഷെയർ ക്യാപിറ്റൽ, ബോറോയിങ്, ടേൺ ഓവർ 25, 50, 100, 200 ഒക്കെ ഡബിൾ. ഇവിടെ വേറെ ഓർഡറിലാണ്. ഫസ്റ്റ് തിങ്. സെക്കൻഡ് തിങ്, ഷെയർ ക്യാപിറ്റൽ ഒക്കെ പറഞ്ഞത് 50 CR ഓർ അബവ് ഓർ മോർ, ടേൺ ഓവർ 200 CR ഓർ മോർ, ഡെപ്പോസിറ്റ്സ് 25 CR ഓർ മോർ. പക്ഷെ ലോണിൻ്റെ കേസിൽ മാത്രം എക്സീഡിങ് 100 CR ഓർ മോർ. എക്സീഡിങ് 100 CR ഓർ മോർ. 100 CR ഓർ അബവ് എന്നല്ല പറഞ്ഞത്, മോർ ദൻ എക്സീഡിങ് 100 CR. 100 കോടിന് മേലെ പോയാൽ, അതും എപ്പോൾ പോയാൽ? അറ്റ് എനി പോയിന്റ് ഓഫ് ടൈം ഡ്യൂറിങ് ദ പ്രിസൈഡിങ് ഫിനാൻഷ്യൽ ഇയർ. കഴിഞ്ഞ വർഷത്തിൽ എപ്പോഴെങ്കിലും പോയി കഴിഞ്ഞാൽ ഇന്റേണൽ ഓഡിറ്ററിനെ അപ്പോയിന്റ് ചെയ്യണം. അപ്പോൾ ഷാൽ ബി റിക്വയർഡ് അപ്പോയിന്റ് ഇന്റേണൽ ഓഡിറ്റർ. അപ്പോൾ ഈ കേസിൽ യെല്ലോ ബനാന ലിമിറ്റഡ് എന്ത് ചെയ്യണം? 100 കോടിന് മേലെ പോയി. അപ്പോൾ അവർ അപ്പോയിന്റ് ചെയ്യണം. ഈസ് റിക്വയർഡ് ടു അപ്പോയിന്റ് ഇന്റേണൽ ഓഡിറ്റർ. പിന്നെ 139 ആരാ? ഗവൺമെന്റ് കമ്പനി ഫസ്റ്റ് ഓഡിറ്റർ ആരാ അപ്പോയിന്റ് ചെയ്യും? ഷാൽ ബി അപ്പോയിന്റഡ് ബൈ CAG വിതിൻ 60 days ഫ്രം ദ ഡേറ്റ് ഓഫ് രജിസ്ട്രേഷൻ. ഇനി CAG അപ്പോയിന്റ് ചെയ്തില്ലെങ്കിൽ ബോർഡ് അപ്പോയിന്റ് ചെയ്യും വിതിൻ നെക്സ്റ്റ് 30 days. ഇനി അവരും ഫെയിൽ ആയി കഴിഞ്ഞാൽ ആര് അപ്പോയിന്റ് ചെയ്യും? മെമ്പേഴ്സ് ഓഫ് ദി കമ്പനി അപ്പോയിന്റ് ചെയ്യും വിതിൻ 60 days. EGM ഒക്കെ വിളിച്ചിട്ട് അപ്പോയിന്റ് ചെയ്യും. So that was about 138 internal audit and 139 appointment of auditor. അവിടെ ഫസ്റ്റ് ഓഡിറ്റർ ഓഫ് ഗവൺമെന്റ് കമ്പനി നമ്മൾ ഡിസ്കസ് ചെയ്ത്.